ഫേസ്ബുക്കിലെ ഓരോരോ പോസ്റ്റുകളെ കല്യാണം കഴിക്കാത്തിനാൽ യുവാവ് ആറ്റിൽ ചാടി മരിച്ചു. കല്യാണം കഴിച്ചിരുന്നെങ്കിൽ അവൻ കടലിൽ ചാടി ചത്തേനെ. ഈ പാവപ്പെട്ട കലാകാരന്മാരെ ഇഷ്ടമാണെങ്കിൽ ഒരു ഹായ് അയക്കൂ. ഇട്ടേക്കുന്ന ഫോട്ടോ മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ. ഇവരെ ഇഷ്ടമല്ലാത്ത മലയാളികളുണ്ടോ? ഓരോരുത്തരന്മാർ ലൈക്കിനും കമന്റിനും വേണ്ടി കാണിക്കുന്ന ഊളത്തരങ്ങളെ ഓട്ടം കൂട്ട്. ഇവരിൽ ആരാണ് ലേഡി സൂപ്പർ സ്റ്റാർ? മഞ്ജു വാര്യർ, ഉർവശി. ഇവരിൽ ആരാണ് ലേഡി സൂപ്പർ സ്റ്റാർ? എന്താ വാവച്ചി? എങ്ങോട്ട് വന്നാടി? ആ വരുന്നു. എടി, ഫേസ്ബുക്കില് മഞ്ജു വാര്യർ, ഉർവശി. ഇവരിൽ ആരാണ് ലേഡി സൂപ്പർ സ്റ്റാർ? എന്താണ് നിന്റെ അഭിപ്രായം? എന്റെ അഭിപ്രായത്തിൽ ഉർവശി. അതെന്താടി അങ്ങനെ പറഞ്ഞേ? എന്റെ കുട്ടിക്കാലം തൊട്ടേ എല്ലാരും എന്റെ അടുത്ത് പറയാറുണ്ട് എന്നെ കാണാൻ ഉർവശിയെ പോലെ ഉണ്ടെന്ന്. കുട്ടിക്കാലം മുതൽ എനിക്ക് കളിയാക്കുന്ന കേട്ടാ മനസ്സിലാവൂല. എനിക്ക് എന്തായാലും മഞ്ജു വാര്യരാന്നാ തോന്നുന്നത്. നിങ്ങൾക്ക് മഞ്ജു വാര്യരായിരിക്കും, പക്ഷെ ഉർവശി ചേച്ചി എത്ര എത്ര നല്ല നല്ല കഥാപാത്രങ്ങളാ ചെയ്തിട്ടുള്ളേ. അങ്ങനെയാണെങ്കിൽ മഞ്ജു വാര്യർ എത്ര നല്ല കഥാപാത്രങ്ങളാ ചെയ്തിട്ടുള്ളേ. കളിപ്പാട്ട സിനിമയില് സുഖമില്ലാത്ത കുട്ടിയായിട്ട് ഉർവശി ചേച്ചി ചെയ്ത വേഷം വേറെ ഏത് നടി ചെയ്യാന്? കന്നഡ സിനിമയില്. കന്നഡ സിനിമയില് മഞ്ജു ചേച്ചിയുടെ വേഷം വേറെ ആർക്കും ചെയ്യാൻ പറ്റൂല. നിങ്ങൾ ഉർവശി ചേച്ചി ചെയ്ത വേഷങ്ങൾ കണ്ടിട്ടുണ്ടാ? ചിരിപ്പിക്കാനാണെങ്കിൽ ചിരിപ്പിക്കാൻ, കരയിപ്പിക്കാനാണെങ്കിൽ കരയിപ്പിക്കാൻ, കുശുമ്പിള വേഷമാണെങ്കിൽ കുശുമ്പിള വേഷം. ഇതൊക്കെ വേറെ ഏത് നടി ചെയ്യും? നിന്റെ മനസ്സ് ഉർവശിയാണെങ്കിൽ എന്റെ മനസ്സ് മഞ്ജു തന്നെ. അത് മാറത്തില്ല, മഞ്ജു തന്നെ. നിങ്ങളെന്തുകൊണ്ടാ മഞ്ജുവിനെ ഇഷ്ടപ്പെടുന്നൊക്കെ എനിക്കറിയാം. അതെന്താടി മൊനമറ്റൊരു ടോക്ക്? നിങ്ങളുടെ പഴയ കാമുകിയുടെ പേര് മഞ്ജു എന്നാണല്ലോ. ആ മഞ്ജുവിനെ ഇഷ്ടപ്പെടുന്നോണ്ടല്ലേ നിങ്ങൾ ഈ മഞ്ജുവിനെ ഇഷ്ടപ്പെടുന്നത്? ദൈവമേ, എനിക്ക് എന്തിന്റെ കേടായിരുന്നു. മര്യാദ ഫേസ്ബുക്ക് നോക്കി ഇരുന്നാ പോരായിരുന്നോ? ഇതിനൊക്കെ വിളിച്ചു വരുത്തേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു? നിങ്ങൾ ഇപ്പോഴവളെ വിളിക്കാറുണ്ടെന്ന് മെസ്സേജ് അയക്കാറുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് കണ്ണും മൂക്കൊക്കെ ഉണ്ട്. ഓരോ ദിവസം ഞാൻ കൈയോടെ പൊക്കും. ആ നിങ്ങൾ തന്നെ എല്ലാത്തിനും കാരണം ഈ ഫോണാ. ഈ ഫോൺ ഓഹോ, അപ്പൊ നൈസായിട്ട് തെളിവ് നശിപ്പിച്ചാണല്ലേ? ഞാൻ എടുത്ത് നോക്കൂന്നാലും നിങ്ങൾ മനപ്പൂർവ്വം ഫോൺ എഞ്ചു പൊട്ടിച്ച്. എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പറയുന്നത്? ഞാൻ ആവശ്യമില്ലാത്ത പറയുന്നല്ലേ? നിങ്ങൾ കഴിഞ്ഞ ആഴ്ച നമ്മുടെ കൊച്ചിന്റെ സ്കൂളിൽ പോയില്ലേ? അപ്പൊ മഞ്ജുന്റെ കൊച്ചിനെ നിങ്ങൾ കണ്ടില്ലേ? അന്നെ മിണ്ടിയില്ലേ? എടുത്തപ്പോഴും നിങ്ങൾ മനസ്സിൽ പറഞ്ഞു നടത്തില്ലേ എനിക്ക് പറക്കാതെ പോയ കുഞ്ഞാണ് തന്നു. കണ്ടോ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ നിങ്ങൾ എന്നെ അടിച്ചിട്ടില്ല. അവളെ പേര് പറഞ്ഞപ്പോ ഇന്ന് നിങ്ങൾ എന്നെ അടിക്കാനും കയ്യോങ്ങി. അപ്പോഴും മഞ്ജു വാര്യർ ഇഷ്ടമല്ല, മഞ്ജുവിനെ ഇഷ്ടമുണ്ട്. അയ്യോ, നിൽക്കൂല ഇനി ഒരു നിമിഷം പോലും ഞാൻ അവിടെ നിൽക്കൂല. ഇങ്ങനൊരു വിചാരമുള്ളവരെ എന്റെ കൂടെ നിൽക്കണ്ട. ഞാൻ തന്നെ ഇത് കേൾക്കണം. എനിക്ക് എത്ര എത്ര നല്ല നല്ല കല്യാണാലോചനകൾ വന്നതാ. എന്റെ ഭാഗ്യക്കേടുണ്ട്, അതൊന്നും നടന്നില്ല. അയ്യോ, അതിന്റെ ഭാഗ്യക്കേട് കൊണ്ടല്ല. നിന്നെ ആലോചിക്കാൻ വന്നവര് വീട്ടിൽ പോയി ഒന്നുകൂടെ നല്ലോണം ഒന്ന് ആലോചിച്ചു കാണും. വേണ്ടാന്ന് പറഞ്ഞത്. അങ്ങനെ വെറും കൈയോടെ ഒന്നും ഞാൻ പോകത്തില്ല. എന്റെ അച്ഛൻ വീട് വയ്ക്കാൻ എഴുതി തന്ന വസ്തു എടുക്ക്, അപ്പൊ ഞാൻ ഇറങ്ങും. ഇവളുടെ അച്ഛൻ എഴുതി തന്നു 3 സെന്റ്. അതിന്റെ അകത്ത് പടമണ്ടാരം ഒരു ടവർ. ഞാൻ എവിടെ കൊണ്ട് വീട് വെക്കാനാ? ഇയാളെ കൊണ്ട് എന്റെ ശുദ്ധനായ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞോണ്ടല്ലോ. ശുദ്ധന്റെ പണി എന്തോന്നറിയാവോ? ശബരിമല സീസണിന് വേണ്ടി 1 വർഷത്തേക്ക് നഖം നീട്ടി അങ്ങ് വളർത്തും. എന്തിനാന്നറിയാവോ? 18ാം പടി കയറുമ്പോ കൈ തൊട്ട് വരുന്ന വേദന മാന്തി മാന്തി അങ്ങ് പോകും. എന്നിട്ട് വീട്ടിൽ വന്ന് നഖത്തിന്റെ ഇടയ്ക്കൊന്ന് സ്വർണ്ണ ചരണ്ടി എടുക്കല അയാളുടെ വായി. മിണ്ടായിരിക്കും. എന്റെ പിള്ളേരിങ്ങോട്ട് വരുമല്ലോ, അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും. ആഹാ, പിള്ളേർ എന്റെ കൂടെ നിക്കത്തുള്ളൂ, നീ വെക്കോ? ഇല്ല ഇല്ല ഇല്ല, പിള്ളേർ എന്റെ കൂടെ നിക്കത്തുള്ളൂ. പിള്ളേർ എന്റെ കൂടെ നിക്കത്തുള്ളൂ. ഇല്ല നിക്കത്തുള്ളൂ. ഇല്ല. എന്താ അളിയാ ഇത്? നിങ്ങളെ വഴക്കൊക്കെ അങ്ങ് ചന്ത വരെ കേക്കാലോ. നീ ഫുൾ ടൈം ചന്തയിലാണോടാ? ഇപ്പൊ അതാണ് അവിടുത്തെ വിഷയം. എന്താ പെങ്ങളെ? പൊന്നങ്ങളെ, സിനിമാ നടി മഞ്ജു വാര്യർ എന്റെ ജീവിതം നശിപ്പിച്ച്. മഞ്ജു വാര്യറാ? എന്താ അളിയാ ഇത്? അവക്ക് ഭ്രാന്ത്. മഞ്ജുവിന്റെ പേര് പറഞ്ഞപ്പോ ഇയാളെന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട്. എന്റെ അറിയാ, ഞങ്ങൾ തമ്മിൽ തുടങ്ങിയ തർക്കത്തിലാണ്. ഞാൻ കണ്ടു ഫേസ്ബുക്കിൽ മഞ്ജു വാര്യരും. ഇവര് ആരാണ് ലേഡി സൂപ്പർ സ്റ്റാർ? ഞാൻ പറഞ്ഞു ഉർവശിന്ന്. ഞാൻ പറഞ്ഞു മഞ്ജു വാര്യർന്ന്. അളിയന്റെ അഭിപ്രായം എന്താണ്? എന്റെ അഭിപ്രായത്തിൽ നയൻതാര. അവിടുന്ന് പോയി. അല്ലെ നയൻതാരയൊക്കെ എന്ന് വന്നടാ? എന്ന് വന്നതായിക്കോട്ടെ അളിയാ. ഇവരൊക്കെ ഇങ്ങ് മലയാളത്തിലെ സൂപ്പർ സ്റ്റാറാ. പക്ഷെ നയൻതാരയോ അങ്ങ് തെന്നിന്ത്യയിലെ ലേഡി സൂപ്പർ സ്റ്റാറാ. എന്റെ പൊന്നങ്ങളെ പൊട്ടത്തരം വിളിച്ച് പറയാതെ. ഈ ഉർവശിയൊക്കെ ഷൈൻ ചെയ്യുന്ന സമയത്തെ നയൻതാരയൊക്കെ ഒരു ശിശുവാണ്, ശിശു. എന്ന് വന്നു എന്നുള്ളതിലല്ല, എന്ത് ചെയ്തു എന്നുള്ളതിലാണ് കാര്യം. എടി, അവന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും തടി വണ്ണമൊക്കെ ഉണ്ടെങ്കിൽ തലയ്ക്കകത്ത് ആൾതാമസം ഇല്ല. എന്റെ തലയ്ക്കകത്ത് ആൾതാമസം ഉണ്ടോ ഇല്ലേ നാളെയാണോ പറയണ്ടേ? പിന്നെ അല്ലാതെ നീ
ഇമ്മാരി വർത്താനം പറയൂ. അളിയനൊരു കാര്യം മനസ്സിലാക്കണം. അളിയനെ 7ാം ക്ലാസ് കുസ്തിയാ, ഞാൻ ഡിഗ്രിയാ ഡിഗ്രി. നീ ഡിഗ്രി ആണെങ്കിൽ അതിന്റെ അഹങ്കാരം നിന്റെ കയ്യാ വെച്ചാൽ മതി. അതിന്റെ ഇടയ്ക്ക് എന്റെ 7ാം ക്ലാസ് സർട്ടിഫിക്കറ്റിന് വല്ല ആവശ്യമുണ്ടോ? പറയണോ അളിയാ? നീ ആരെടുത്താടാ ചൂടാവണം? മാപ്പ് പറയടാ. എടി ഞാൻ പറയട്ടെ എന്റെ ചെലവിന് ഇവിടെ കള്ളച്ചോറും തിന്ന് ജീവിക്കുന്നവൻ. ഓഹോ, അപ്പൊ ഇത്രയും നാൾ മോട്ടിച്ച ചോറാണല്ലേ എനിക്ക് തന്നോണ്ടിരുന്നത്? കള്ളച്ചോറ് ഇവിടെ പണിക്ക് പോകാതെ കിടക്കുന്നവൻ എന്ത് വേണമെങ്കിലും പറയട്ടെ. ഓഹോ, അപ്പൊ ഞാൻ ഇവിടെ കഴിക്കുന്നതിനും കണക്കുണ്ടായിരുന്നല്ലേ? ഇല്ല, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അളിയന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്തയുണ്ടെന്ന്. അളിയ ഒരു കാര്യം മനസ്സിലാക്കണം. അളിയനെ ഞാൻ എന്റെ അളിയനായിട്ടില്ല, എന്റെ അച്ഛനായിട്ടാണ് കണ്ടത്. ആഹാ, അപ്പൊ എനിക്ക് പ്രായം കൂടുതലും അവന് പ്രായം കുറവും. ഞാനേ ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കൂല. ഞാൻ എപ്പോഴും ഇറങ്ങും. പെങ്ങളെ തൃപ്തിയായി. പോന്നടാ, ഒന്ന് പിടിച്ച് നിർത്ത്. എടി അവൻ പോണെങ്കിൽ പോട്ടെ. നിനക്ക് അത്ര അത്യാവശ്യമാണെങ്കിൽ നിങ്ങൾ പോക്കോ. നിങ്ങൾ ഒറ്റ ഒരുത്തനാണ് കാരണം എന്റെ ചെറുക്കൻ താ പോണ്. നീയാണ് കാരണം. നിങ്ങളാണ് കാരണം. ഞങ്ങള് ഭാര്യയും ഭർത്താവും തമ്മിൽ പല പ്രശ്നങ്ങളുണ്ടാവും. അതിനിടയ്ക്ക് തലയെടുത്ത ഞാൻ ആണടുത്ത് വിളിക്കുമ്പോ നീ തല്ലിന്നാ എന്നെ തല്ലിയാ ഞാൻ ചോദിച്ചോളാം. എടാ, നീ എന്റെ ഭർത്താവിനെ തലക്കടിക്കല്ലടാ. അയ്യോ, യുദ്ധം കഴിഞ്ഞു, കബന്ധങ്ങൾ ഉന്മാദ നൃത്തം ചവിട്ടിക്കുഴച്ചു രണാങ്കണം. ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചേ? എന്തായിരുന്നു കാരണം? അളിയ എന്തോ നീ ഇതിനു മുറശ്ശിയെ നേരിട്ട് കണ്ടിട്ടുണ്ടാ? അളിയെന്നാ എന്താരെയോ? ഞാൻ മഞ്ജു വാര്യരൊന്നും കണ്ടായിരുന്നു. ആറ്റുകാലി പൊങ്കാലയ്ക്ക് വന്നപ്പോ. അളിയ തലക്കടി കിട്ടിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്. ഇവര് 3 പേരും നമ്മുടെ മലയാള സിനിമയുടെ അഭിമാനങ്ങളാണ്. പിന്നെന്താ അളിയാ പ്രശ്നം? ഫേസ്ബുക്കിൽ ഓരോരോന്ന് കണ്ടിട്ട് അതിന്റെ പുറകെ വള്ളിയും പിടിച്ച് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്തായാലും ഒരു വീട് മൊത്തം നശിപ്പിച്ചു. എന്നെ തൊണ്ട് അങ്ങോട്ടൊന്ന് ഇരുത്താവോ? കസാരയൊക്കെ എടുത്ത് മാറ്റാവോ? ആ മാറ്റാം അമ്മേ. അയ്യോ, നീയാണ് എന്റെ ഭർത്താവിനെ താഴെ